Hello everyone, once again welcome back to the discussion on transient currents. In this video I will be discussing about the double energy transient currents. As you know, double energy transient currents are the transient currents which occurs in a circuit which is having both electromagnetic energy and electrostatic energy. So electrostatic energy ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കപ്പാസിറ്റർ വേണം, ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ഇൻഡക്ടർ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വീഡിയോയിൽ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു LCR സർക്യൂട്ടാണ്. L means inductor, C means capacitor and R is the resistor. All these components are connected in series. So you have a LCR circuit in series. ഓക്കെ, നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ചാർജിങ് കണ്ടീഷനാണ്. അതായത് സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഡെവലപ്പ് ചെയ്യുന്ന ട്രാൻസിയൻറ്റ് കറൻറ്റിൻ്റെ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കറിയാം ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഡക്ടറിലും കപ്പാസിറ്ററിലുള്ള എനർജി ഫ്ലക്ച്വേഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് അപ്ലൈഡ് സോഴ്സ് വി അല്ല. സോ അപ്ലൈഡ് സോഴ്സ് നമുക്ക് വി എന്ന് കൊടുക്കാം. ഓക്കെ, സോ അതിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ അതായത് ക്രിച്ച്ഓഫ് വോൾട്ടേജിലും അപ്ലൈ ചെയ്യുക ഈ ഒരു ലൂപ്പിന് ഫോർ ദി ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഡ്രോപ്പ് നോക്കുക ഓരോ കമ്പോണൻറ്റിലും. ഇപ്പോൾ ഇൻഡക്ടറിലാണെങ്കിൽ LdI/dt യൂസിങ് ദ ഫാരഡേസ് ലോ വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, കപ്പാസിറ്ററിൽ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് QT, ട്രാൻസിയൻറ്റ് ചാർജ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റൻസ് ഓഫ് ദ കപ്പാസിറ്ററാണ്. ആറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, ട്രാൻസിയൻറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് IT/R അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഇനി ഇവിടെ നിന്നും നമ്മൾ സാധാരണ അനാലിസിസ് നമുക്ക് LR സർക്യൂട്ടും അതുപോലെ തന്നെ RC സർക്യൂട്ടും അനലൈസ് ചെയ്ത പോലെ തന്നെ ഇവിടെ അനലൈസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാം ഈ ഒരു ഇക്വേഷനിൽ നിന്ന്. അതിന് വേണ്ടിയിട്ട് യു ഡിഫറൻഷിയേറ്റ് ദ ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ ടൈം ആയിട്ട് ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പം അവിടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ടേം നമ്മളൊരു റീഅറേഞ്ച്മെൻറ്റ് കൂടി ചെയ്യാം. ഓക്കെ, ഇവിടെ ടൈമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ d²IT/dt² എന്ന് വരിക. അതിന് ത്രൂ ഔട്ടായിട്ട് L കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം സെക്കൻഡ് ടേമിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dIT/dt എന്ന് വരും. L കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ R/L എന്നുള്ള കോഎഫിഷ്യൻറ്റ് കൂടി വരും. ലാസ്റ്റ് ടേമിൽ നമുക്ക് 1/LC എന്ന് വരും. അതുപോലെ dQT/dt എന്നുള്ളത് ദാറ്റ് ഈസ് ദ കറണ്ട്, ട്രാൻസിയൻറ്റ് കറണ്ടാണ്, അതിന് IT എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഹോമോജീനിയസ് എന്ന് പറയാൻ കാര്യം റൈറ്റ് സൈഡിൽ സോഴ്സ് ടേം ഒന്നുമില്ല, അത് 0 ആണ്. അങ്ങനെ റൈറ്റ് സൈഡിൽ 0 ആയിട്ടുള്ള ഇക്വേഷൻ പറയുന്ന പേരാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന്. ഓക്കെ, ഇത് നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്തിട്ട് ITയുടെ ഫോം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ഓക്കെ, സോ ഒരു സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്കുള്ള ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂഷൻ IT എന്നുള്ളത് AE⁻ST എന്നുള്ള ഒരു അസംഷൻ എടുക്കുക. അപ്പോൾ അതൊരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഡിറൈവ് ചെയ്യാനുള്ള ഒരു അസംഷനാണ്. പലതരത്തിലും ഇവിടെ സോഴ്സ് ടേം ഉണ്ടെങ്കിലും പലതരത്തിലും നമ്മൾ ഇത് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് കൺവീനിയൻ്റ് ആണ് AE⁻ST എന്നുള്ളത്. ഓക്കെ, എസിൻ്റെ വാല്യൂസ് എന്താണെന്ന് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു അസംഷനാണ്. ഈ അസംഷൻ നമ്മൾ ഇക്വേഷൻ എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം AE⁻ST എന്നുള്ളത് ഇവിടെ കൊടുക്കുമ്പോൾ ITക്ക് പകരം AE⁻ST A കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് 2 പ്രാവശ്യം ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ S²E⁻ST എന്ന് വരും. അതുപോലെ ഇവിടെ ഒരു തവണ ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ AS⁻ST എന്ന് വരും. ഇവിടെ നമുക്ക് IT എന്താണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, AE⁻ST = 0. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് കോമൺ ടേം ആയിട്ടുള്ള AE⁻ST ക്യാൻസൽ ചെയ്ത് കളയാം. അതൊരിക്കലും 0 ആവില്ല. അപ്പം 0 ആവുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് S² + R/L S + 1/LC = 0. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷനാണ്. ഒരു
ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ax²+bx+c=0 എന്നുള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -b +or -√b²-4ac/2a ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു. എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -b എന്ന് പറയുന്നത് -r/l +or (b² എന്ന് പറയുമ്പോൾ r/l² -4ac എന്ന്. അപ്പോൾ 4 × 1 × c എന്ന് പറഞ്ഞാൽ 1/lc. ഓക്കെ, അപ്പോൾ 4/lc എന്ന് വരും. ഓക്കെ, /2a എന്നുള്ളത് 1 ആയതുകൊണ്ട് ഇവിടെ /2 എന്ന് വരും. അപ്പോൾ 2നെ നമുക്ക് ഓരോ ടേമിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ r/2l എന്ന് വരും, -r/2l എന്ന് വരും ഫസ്റ്റ് ടേം, +or -1/2 ഈ ഒരു സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലുള്ള അതേ ടേംസ്. ഇനി 2 ഇതിന് അകത്തേക്ക് അബ്സോർബ് ചെയ്യുക. അബ്സോർബ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയറാണ് ഉള്ളിലേക്ക് പോവുക. അപ്പോൾ 4l², ഡിനോമിനേറ്ററിൽ 4l² എന്ന് വരും. ഇവിടെ 4 വരുമ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി 1/lc എന്ന് മാത്രം വരും. ഓക്കെ, അപ്പോൾ എസ്സിന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത് 2 വാല്യൂസ് ഉണ്ട്. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ 2 വാല്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് സൈൻ ചൂസ് ചെയ്യുന്ന വാല്യൂ -r/2l √r²/4l² -1/lc. അടുത്തത് ഒരു ഇവിടെ സെക്കൻഡ് ടേം മൈനസ് ആവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ 2 വാല്യൂസിന് നമുക്ക് ഐഗൻ വാല്യൂസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ λ1 λ2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എസിൻ്റെ വാല്യൂ λ1 λ2 ആണ്. സൊല്യൂഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് IT = ae⁻st എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മുടെ അസംഷൻ. പക്ഷേ എസ്സിന് 2 വാല്യൂസ് ഉണ്ട്. ഈ 2 വാല്യൂസും സൊല്യൂഷൻ തരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന് കോമൺ ഒരു ജനറൽ സൊല്യൂഷൻ എഴുതുകയാണെങ്കിൽ k1, ഒരു കോഎഫിഷ്യൻറ്റ് k1 e⁻λt, എസ്സിന് പകരം λ1 കൊടുത്തു, t അതൊരു സൊല്യൂഷനാണ്. അടുത്തത് സൊല്യൂഷൻ k2 e⁻λ2t, എസ്സിന് പകരം λ2 എന്ന് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു. ഇതായിരിക്കും അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ഇനി ഇവിടെ k1ഉം k2ഉം ഈ 2 വാല്യൂസും കണ്ടുപിടിക്കുന്നത് ഇനീഷ്യൽ കണ്ടീഷൻസ് ഓഫ് ദ സർക്യൂട്ട് വെച്ചിട്ടാണ്. അപ്പം സർക്യൂട്ടിൻ്റെ തുടക്കത്തിലുള്ള കണ്ടീഷൻസ് അറ്റ് ടൈം t=0 ഉള്ള കണ്ടീഷൻസ് വെച്ചിട്ടാണ് k1ഉം k2ഉം നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി ഈ λ1ൻ്റെയും λ2ൻ്റെയും വാല്യൂസിനനുസരിച്ച് സർക്യൂട്ട് പലതരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് കാണിക്കാറുണ്ട്. ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതിന് 4 തരത്തിലുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ 4 തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ബിഹേവിയറാണ് ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് കാണിക്കുന്നത്. അതിലൊന്ന് കേസ് 1 എന്ന് പറയുന്നത് ലോസ് ഫ്രീ സർക്യൂട്ട് ആണെങ്കിൽ, ലോസ് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ ലോസ് ഉണ്ടാവുന്നത് ആ സർക്യൂട്ടിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുമ്പോഴാണ്. അതായത് അവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഹീറ്റ് ലോസ് ഉണ്ടാവും, ജൂൾസ് ഹീറ്റിംഗ് ഉണ്ടാവും, അത് നഷ്ടപ്പെടുന്ന എനർജിയാണ്. ഓക്കെ, ഇപ്പോൾ ഇൻഡക്ടറിലും കപ്പാസിറ്ററിലുള്ള എനർജീസ് എന്ന് പറയുന്നത് അവിടെ ഒരു നഷ്ടം, ഐഡിയലി അവിടെ ഒരു നഷ്ടം സംഭവിക്കുന്നില്ല. പക്ഷേ ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയൊക്കെ ഫൈനൈറ്റ് റെസിസ്റ്റൻസ് കാരണം ഒരു ലീക്കേജ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എനിവേ, നമുക്ക് ലീക്കേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ കപ്പാസിറ്ററും ഇൻഡക്ടറും ഐഡിയലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് 0 ആണെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടിനെ അൺഡാംപ്ഡ് ഓസിലേഷൻ അല്ലെങ്കിൽ അൺഡാംപ്ഡ് സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, അൺഡാംപ്ഡ് എന്ന് പറഞ്ഞാൽ ഡാമ്പിങ് ഇല്ലാത്ത ഓസിലേഷൻസ് ആണ് ട്രാൻസിയൻറ്റ് കറൻറ്റ്സ് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമ്മുടെ ഐഗൻ വാല്യൂസിന് എന്ത് സംഭവിക്കും നോക്കുക. ഐഗൻ വാല്യൂസിൻ്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ ഞാനൊന്നുകൂടി ഇവിടെ എഴുതാം. λ1 = -r/2l +√r²/4l² -1/lc ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ r-ന് 0 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം പോയി, ഈ ടേമും പോയി, ബാക്കിയുള്ളത് -1/lc എന്നുള്ളൊരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1/lcനെ നമ്മൾ 1/√lc നമുക്ക് ഒമേഗ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ. -1 √-1 എന്ന് പറയുന്നത് i ആണ്, ഇമാജിനറി നമ്പർ i, അല്ലെങ്കിൽ j എന്നും കൊടുക്കാം. j ഈസ് √-1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ λ2 എന്ന് പറയുമ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, രണ്ടാമത്തെ ടേം മൈനസ് ആണ് വരിക. അപ്പോൾ -√-1/lc.
അവിടെ മൈനസ് ജെ ഒമേഗ എന്ന് വരും. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഈ സൊല്യൂഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ K1 e raised to j omega t, K2 e raised to minus j omega t എന്ന് വരും. അപ്പോൾ e raised to j omega t നമുക്ക് ഓയിലേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് എഴുതാം. cos omega t പ്ലസ് j sin omega t എന്ന് എഴുതാം. അതുപോലെ തന്നെ e raised to minus j omega t ഓയിലർ ഫോമിൽ വെച്ചിട്ട് cos omega t മൈനസ് j sin omega t എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് രണ്ടും cos omega t കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ K1 പ്ലസ് K2 cos omega t പ്ലസ് j ഇൻറ്റു K1 മൈനസ് K2 sin omega t എന്ന് മാത്രം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു K1 പ്ലസ് K2 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് പുതിയൊരു കോൺസ്റ്റൻ്റ് കൊടുത്തു, എ എന്ന് കൊടുത്തു. അതുപോലെ K1 മൈനസ് K2 എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് നമ്മൾ ബി എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ എയും ബിയും കോംപ്ലക്സ് കോഎഫിഷ്യൻസ് ആവാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒരു പോളാർ ഫോമിലേക്ക് കൊണ്ടുവരാം. പോളാർ ഫോം എന്ന് പറയുമ്പോൾ അതിനൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സൈൻ ടേമോ കോസ് ടേമോ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് IM sin omega t പ്ലസ് 5 എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാം. ബിക്കോസ് ഈ കോസ് ഒമേഗ ടീനെ നമുക്ക് ഓൾവേസ് സൈൻ ഒമേഗ ടിയുടെ ടേംസിലേക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്ത് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് IM എന്ന് പറയുന്നത് √a² പ്ലസ് b² ആണ്. ഇവിടെയുള്ള 5 എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് a/b ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പിന്നെയുള്ള ടേം ഒരു ഓസിലേറ്ററി ടേമും ഉണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ ബിഹേവിയർ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ട്രാൻസിയൻറ്റ് കറണ്ട് ഇൻ ദിസ് കേസ് ഇസ് എ സൈനസോയിഡൽ വേവ് ഓഫ് കോൺസ്റ്റൻറ്റ് പീക്ക് വാല്യൂ ആൻഡ് ഫ്രീക്വൻസി ഗിവൺ ബൈ ഫ്രീക്വൻസി എവിടെ നിന്ന് കിട്ടുക? ഫ്രീക്വൻസി ഒമേഗ എന്നുള്ള ടേം നിന്ന് കിട്ടുക. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. ദിസ് ഇസ് ഒമേഗ. അപ്പോൾ ഇവിടെ ഒമേഗ ഈക്വൽ ടു 1/√LC എന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് F ഇസ് ഈക്വൽ ടു 1/2π√LC എന്ന് വരും. ഓക്കെ, ഇതാണ് ഓസിലേഷൻ്റെ ഫ്രീക്വൻസി. അതുപോലെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് IM ആയിരിക്കും. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, IT ഗ്രാഫ്. അതിൻ്റെ ഏറ്റവും പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ IM ആണ്. ഓക്കെ, ഇനി ഇതൊരു സൈനസോയിഡൽ വേവ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ സീറോയിൽ നിന്നല്ല സൈൻ വേവ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫേസ് കോൺസ്റ്റൻ്റ് ഉണ്ട്. ആ ഫേസ് കോൺസ്റ്റൻ്റ് ആണ് ഫൈ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫൈ എന്ന് പറയുന്നത് ഇവിടെ അതിന് ഇനിഷ്യൽ ഉണ്ടാവുന്ന ഈ ഒരു വാല്യൂ ആണ്. ഓക്കെ, ഈ ഒരു വാല്യൂ ആണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഈ ഫേസ് കോൺസ്റ്റൻ്റ് ഇനിഷ്യൽ വാല്യൂ, അതായത് ടൈം t = 0യിൽ ITയുടെ വാല്യൂ വെച്ചിട്ടാണ് ഫേസ് കോൺസ്റ്റൻ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, IM and phi can be determined from any of the two initial conditions. ഓക്കെ, അപ്പോൾ നമുക്ക് IMഉം ഫൈയും ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് വേണ്ടത്. ഓക്കെ, തുടക്കത്തിലുള്ള കറണ്ടിൻ്റെ നേച്ചർ എന്താണോ, അല്ലെങ്കിൽ ഇനീഷ്യൽ കറണ്ടിൻ ഇൻഡക്ടർ അല്ലെങ്കിൽ കപ്പാസിറ്റർ, അത് വെച്ചിട്ടാണ് നമ്മൾ IMഉം ഫൈയും ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓസിലേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നില്ല. ആംപ്ലിറ്റ്യൂഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് ദ ട്രാൻസിയൻറ്റ് കറണ്ട്. ഓക്കെ, അതിന് ഉണ്ടാകുന്ന മാക്സിമം വാല്യൂ ആണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ആംപ്ലിറ്റ്യൂഡ് ഒരിക്കലും ഡിക്രീസ് ചെയ്യുന്നില്ല. പിന്നെ അത് സൈനസോയിഡലി വേരി ചെയ്യുന്നുണ്ട്. അത് ഡിക്രീസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അൺഡാംപ്ഡ് അല്ലെങ്കിൽ ഡാമ്പിങ് ഇല്ലാത്ത ഓസിലേഷൻസ് ആണ് ഇത്തരത്തിലുള്ള സർക്യൂട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള സർക്യൂട്ട് എന്ന് പറയുമ്പോൾ R = 0 ആയിട്ടുള്ള സർക്യൂട്ടിൽ. ഓക്കെ, ദെൻ വി വിൽ ഗെറ്റ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് ഫോർ ദി ട്രാൻസിയൻറ്റ് കറൻറ്റ്സ്. അടുത്തൊരു ക്വാളിറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് വെൻ R²/4L² ഈസ് ലെസ് ദാൻ 1/LC. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ സൊല്യൂഷൻ ആയിട്ടുള്ള ഐഗൻ വാല്യൂസ് λ1 λ2 ഇക്വേഷൻ നമുക്കറിയാം. ഇപ്പോൾ λ1 ഫോർ എക്സാമ്പിൾ λ1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -R/2L പ്ലസ് √R²/4L² - 1/LC. അപ്പോൾ ഈ ഒരു ടേമിൽ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ എടുക്കുക. അതായത് ഈ ഒരു ടേം, ഫസ്റ്റ് ടേം ഇൻസൈഡ് ദ സ്ക്വയർ റൂട്ട് ഈസ് ലെസ് ദാൻ 1/LC. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എപ്പോഴും ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊരു 4ഉം ഇതൊരു 5ഉം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, എപ്പോഴും നമുക്കത് ആ ഒരു ഡിഫറൻസ് എടുക്കുമ്പോൾ ഇൻസൈഡിൽ നമുക്ക് മൈനസ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്താ വരും? j ടൈംസ് ഇതിനെ പോസിറ്റീവ് ആക്കി എഴുതണമെങ്കിൽ 1/LC - R²/4L². ഓക്കെ,
അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ രണ്ട് പാരാമീറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എ ഈക്വൽ ടു r/2l എന്നും ഒമേഗ ഈക്വൽ ടു ഈ ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ λ1 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് r/l ആണ് എ, അപ്പോൾ മൈനസ് r/l എന്ന് മൈനസ് എ പ്ലസ് λ1 എന്ന് പറയുമ്പോൾ പ്ലസ് ജെ ഒമേഗ, ഈ ഒരു ടേമിനെയാണ് ഒമേഗ എന്ന് പറയുന്നത്, ഈ സ്ക്വയർ റൂട്ട് ഓഫ് ഈ ഒരു ടേമിനെയാണ് ഒമേഗ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ λ2 എന്ന് പറയുന്നത് മൈനസ് എ മൈനസ് ജെ ഒമേഗ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സൊല്യൂഷൻ എഴുതുകയാണെങ്കിൽ k1 e⁻² λ1 എന്നുള്ളതിന് പകരം മൈനസ് എ ജെ ഒമേഗ ടി എന്ന് വരും. k2 e⁻² λ2 എന്നുള്ളതിന് പകരം മൈനസ് എ മൈനസ് ജെ ഒമേഗ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൽ നിന്ന് രണ്ടെന്നും e⁻−at എന്നുള്ളത് കോമൺ ആയിട്ട് എടുക്കുക, ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നത് നമുക്ക് നേരത്തെ കണ്ടു. അതെന്ന് പറയുന്നത് im sin ωt പ്ലസ് 5 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ഫാക്ടർ വന്നു e⁻at. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് ആംപ്ലിറ്റ്യൂഡിൻ്റെ കൂടെയാണ് ഈ ഒരു ടേം വരുന്നത് അല്ലേ. അപ്പോൾ എ എന്നുള്ളത് ഒരു റിയൽ പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഈ എക്സ്പൊണൻഷ്യൽ ഓഫ് -t എന്ന് പറയുമ്പോൾ ടൈം കൂടുന്ന സമയത്ത് ഈ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന എഫക്റ്റാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എക്സ്പൊണൻഷ്യലി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ ഫസ്റ്റത്തെ പീക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതാണ്, രണ്ടാമത്തെ പീക്കിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതാണ്. അപ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ടൈം കൂടുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ഈ ഒരു ഡോട്ടഡ് ലൈൻ കാണിക്കുന്നതാണ് e⁻−at എന്നുള്ള എഫക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ സൈൻ തീറ്റ എഫക്റ്റ് കാണിക്കുന്നത് ഈ ഓസിലേഷൻ്റെ എഫക്റ്റാണ് സൈൻ തീറ്റയുടെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ e⁻−at അക്കൗണ്ട്സ് ഫോർ ദി ഡീകേ ഓഫ് ഓസിലേഷൻ്റെ ഡീകേ. അത് ഫൈനലി അത് ഡാമ്പ് ചെയ്ത്, ഇവിടെ ഒരു ഡാമ്പിംഗ് ആണ് നടക്കുന്നത്. ആദ്യം ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരുന്നു, പിന്നെ അത് കുറഞ്ഞു വന്നു, പിന്നെ ഫൈനലി ഇറ്റ് ബിക്കംസ് 0 അറ്റ് ഇൻഫിനിറ്റ് ടൈം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു സൈക്കിളിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ, ഒരു സൈക്കിളിലുള്ള അതിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഡിക്രിമെൻ്റ് എന്നാണെന്ന് പറയാം. ഓക്കെ, ഇനി ലോഗരിതമിക് ഡിക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ലോഗരിതം ടു ദ ബേസ് ഇ ആയിട്ടുള്ള ലോഗരിതം ഓഫ് ദ റേഷ്യോ ഓഫ് ദ പീക്ക് ഇൻ വൺ സൈക്കിൾ അപ്പാർട്ട്. ഒരു സൈക്കിൾ അപ്പാർട്ടുള്ള അതിൻ്റെ റേഷ്യോ ഓഫ് ദ പീക്ക്, ഈ രണ്ട് പീക്ക് ഒരു സൈക്കിൾ അപ്പാർട്ടുള്ള രണ്ട് പീക്കായിരിക്കണം. അതായത് ആദ്യത്തെ ഒരു പീക്ക് എടുത്തു, ഇനി വൺ സൈക്കിൾ കഴിഞ്ഞിട്ട് അതിൻ്റെ പീക്ക് വീണ്ടും മെഷർ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ റേഷ്യോ എടുക്കുക. ആ റേഷ്യോ എടുക്കുന്നത് ഡിക്രിമെൻ്റ് എന്ന് പറയും. ലോഗ് ഇ ടു ദ ഡിക്രിമെൻ്റ് ആണ് എന്ത്, ലോഗരിതമിക് ഡിക്രിമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി ഓഫ് ഡാംഡ് ഓസിലേഷൻ എന്ന് പറയുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു ഒമേഗ എന്നുള്ള വാല്യൂ എന്നാണ് നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ കിട്ടുന്നത്. ഒമേഗ എന്ന് പറയുന്നത് 1/2 സ്ക്വയർ റൂട്ട് ഓഫ് 1/LC മൈനസ് r²/4l². സോ ദിസ് ഈസ് കോൾഡ് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ ടേം വളരെ ചെറുതാണെന്ന് വിചാരിക്കുക, r²/4l² വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി എന്നുള്ളത് 1/2√LC എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ അണ്ടർ ഡാംഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർ ഡാംഡ് എന്ന് പറയുമ്പോൾ ചെറിയ തോതിൽ ഒരു അതിൻ്റെ ഓസിലേഷൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നു, ഡാമ്പിംഗ് മെക്കാനിസം നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അണ്ടർ ഡാംഡ് കേസ് എന്ന് പറയാം. അപ്പോൾ അണ്ടർ ഡാംഡ് കേസ് എന്ന് പറയുമ്പോൾ r²/4l² ഈസ് ലെസ് ദാൻ 1/LC എന്നുള്ള കണ്ടീഷനാണ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ ഒബ്വിയസ്ലി r²/4l² ഗ്രേറ്റർ ദാൻ 1/LC. അങ്ങനെ ആവുന്ന സമയത്ത് λ1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം λ1 = -r/l പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് r²/4l² മൈനസ് 1/LC. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് ഇതെപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും, ഇതും പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് അവിടെ λ1 എന്നുള്ളത് ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, r/2l ആണ്. r/2l എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ λ1നെ -a പ്ലസ് ഇതിന് നമ്മൾ ഈ മൊത്തം ടേമിനെ നമുക്ക് ഗാമ എന്ന് കൊടുക്കാം. അപ്പോൾ അടുത്ത ടേം λ2 എന്ന് പറയുമ്പോൾ ഇതേ ടേം വിത്ത് മൈനസ് സൈനാണ് വരിക. അപ്പോൾ -a മൈനസ് ഗാമ എന്ന് കൊടുക്കും. ഓക്കെ, ഗാമ എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു സ്ക്വയർ റൂട്ടിന് ഈ ഒരു ടേമിനാണ് ഗാമ എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൊല്യൂഷൻ എഴുതുമ്പോൾ നമുക്ക് it = k1 e⁻² λ1ന് പകരം -a പ്ലസ് ഗാമ t എന്നെടുത്തു. അടുത്ത ടേമിൽ k2 e⁻−a മൈനസ് ഗാമ t എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിലും കോമൺ ആയിട്ട് ഉള്ളൊരു ഫാക്ടർ e⁻−at ആണ്. അടുത്തത് k1 e⁻γt, k2 e⁻−γt എന്ന് വരും.
ഇ റേസ് ടു ഗാമ ടി എന്ന് പറയുമ്പോൾ ഹൈപ്പർബോളിക് കൊസൈനും സൈനുമിൻ്റെ ടേംസിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് ഹൈപ്പർബോളിക് ഗാമ ടി സൈൻ ഹൈപ്പർബോളിക് ഗാമ ടി എന്ന് എഴുതാം. അതുപോലെ ഇ റേസ് ടു മൈനസ് ഗാമ ടി എന്നുള്ളത് ഇതുപോലെ എഴുതാം. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇ റേസ് ടു മൈനസ് എ ടി എ കോസ് ഗാമ ടി പ്ലസ് ബി സൈൻ ഗാമ ടി എന്നുള്ള ടേമിൽ നമുക്ക് എഴുതാം. ഇതൊരിക്കലും ഒരു ഓസിലേറ്ററി സൊല്യൂഷൻ അല്ല. അതിൻ്റെ ഒരു നേച്ചർ, ഐ ടിയുടെ നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഓവർ ഡാംഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ഡാമ്പ് ചെയ്ത് സീറോ ആവുന്നു. അവിടെ ഒരു ഓസിലേഷൻ ഇല്ല. ഓക്കെ, ഡാമ്പിങ് മെക്കാനിസം മാത്രമാണ്. ആംപ്ലിറ്റ്യൂഡ് പെട്ടെന്ന് അത് കുറഞ്ഞു വന്നിട്ട് ആദ്യം ഒരു ഇനീഷ്യലി കുറച്ച് കൂടി, പിന്നെ അത് ആംപ്ലിറ്റ്യൂഡ് വളരെ കുറഞ്ഞ് സ്റ്റഡി ഒരു മോണോട്ടോണിക് ആയിട്ട് കുറയാണ് ചെയ്യുന്നത്. മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ കുറയുന്നത് മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് അത് കൂടുന്നില്ല, ഓസിലേറ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, എപ്പോഴും ഒരു ഡിക്രീസ് മാത്രം. ഒരു ഇനീഷ്യലി ഒരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്, അതിനുശേഷം അത് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇതാണ് ഓവർ ഡാംഡ് കേസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ബിഹേവിയറിൽ നാലാമത്തെ ബിഹേവിയർ ആണ്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഒരു ഹൈ ലോസ് സർക്യൂട്ടാണ്. അതുപോലെ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഓവർ ഡാംഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു നാലാമത്തെ ബിഹേവിയർ, ക്വാളിറ്റേറ്റീവ് ബിഹേവിയർ എന്ന് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്നാണ്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ രണ്ട് ടേം സ്ക്വയർ റൂട്ടിനകത്തുള്ള, അതായത് ഐഗൻ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ടിനകത്തുള്ള ടേംസ് രണ്ടും ഈക്വൽ ആണെന്ന് വയ്ക്കാം. ഓക്കെ, r²/4l² = 1/LC. അങ്ങനെ ഈക്വൽ ആവുന്ന സമയത്ത് ഇത് ഈക്വൽ ആകുമ്പോൾ ഈ ടേമിൽ തന്നെ പോയി ഇത് സീറോ ആയി. ബാക്കി നമുക്ക് ഈ ഒരു ടേം λ1 λ2 ഈക്വൽ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -r/2l എന്ന് വരും. അപ്പോൾ സൊല്യൂഷൻ എഴുതുമ്പോൾ k1 e raised to minus r/2l, k2 e raised to minus r/2l. അപ്പോൾ രണ്ടും കൂടി കോമൺ, ഇത് കോമൺ ടേം ആണ്, അതിന് കോമൺ ആയിട്ട് എഴുതി k1 + k2 e raised to minus r/2l λ. സോറി, k1 + k2 e raised to minus r/2l t എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ r/2l എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ഇങ്ങനെ എഴുതാം, k1 + k2 e raised to minus at. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ, ഇതിൻ്റെ ഒരു കോയഫിഷ്യൻ്റ് ഉണ്ട്, പക്ഷേ ടൈം പോകുന്നതിനനുസരിച്ച് അത് മോണോട്ടോണിക് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞു വരാം. ഓക്കെ, അതാണ് ക്രിട്ടിക്കൽ ഡാമ്പിങ്. അവിടെയും ഓസിലേഷൻ ഇല്ല. ഓക്കെ, ട്രാൻസിയൻറ്റ് കറണ്ട് ഓസിലേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അതിന് ഫ്രീക്വൻസി ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഹൈ ലോ സർക്യൂട്ട് ഓവർ ഡാംഡ് കേസിലും ക്രിട്ടിക്കൽ ഡാംഡ് കേസിലും നമുക്ക് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നമുക്ക് പറയാൻ കഴിയില്ല, കാര്യം അത് ഓസിലേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കറണ്ട് റിഡ്യൂസസ് ടു 0 ഇൻ എ ഷോർട്ട് പോസിബിൾ ടൈം. വളരെ കുറഞ്ഞ സമയത്തിനകത്ത് തന്നെ അത് സീറോ ആയിട്ട് മാറുന്നു. ഓവർ ഡാംഡ് കേസിൽ നമുക്ക് കുറച്ചുകൂടി ടൈം എടുത്തിട്ടാണ് അത് സീറോ ആവുന്നത്, പക്ഷേ ക്രിട്ടിക്കൽ ഡാമ്പിങ്ങിൽ പെട്ടെന്ന് തന്നെ അത് സീറോ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. ആദ്യമായിട്ട് റെസിസ്റ്റൻസ് സീറോ ആണെങ്കിൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ അൺഡാംപ്ഡ് കണ്ടീഷൻ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് അവിടെ ട്രാൻസിയൻറ്റ് കറണ്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യാതെ ഒരു സൈനസോയിഡൽ ഓസിലേഷൻ കാണിക്കും. ഓക്കെ, അൺഡാംപ്ഡ് സൈൻ വേവ് ആണ് അതിൻ്റെ നേച്ചർ. രണ്ടാമതായിട്ട് ഇഫ് r ഈസ് ലെസ് ദാൻ 2 × √L/C, അത് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരാൻ കാര്യം, ഇതൊരു കണ്ടീഷൻ ഫോർ അണ്ടർ ഡാംപ്ഡ് ഓസിലേഷൻ ആണ്. നമ്മളെല്ലാം പറഞ്ഞത് അതിൻ്റെ സ്ക്വയർ എടുത്തിട്ടാണ് അതിൻ്റെ ക്രൈറ്റീരിയസ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ക്രൈറ്റീരിയ r²/4l² ലെസ് ദാൻ 1/LC ആണ്. രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കണ്ടീഷന് ഈ ഒരു രൂപത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഓസിലേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നത്, ഒരു ഡാംഡ് ഓസിലേഷൻസ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് കണ്ടീഷൻ ഫോർ അണ്ടർ ഡാംഡ് ഓസിലേഷൻ. ഇനി മൂന്നാമതായിട്ട് വെൻ r ഈസ് ഗ്രേറ്റർ ദാൻ 2 × √L/C. ഈ ഒരു കേസിൽ ഇതിനെ പറയുന്ന പേരാണ് ഓവർ ഡാംഡ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഓസിലേഷൻസ് ഇല്ല, ഇറ്റ്സ് നോൺ ഓസിലേറ്ററി. ട്രാൻസിയൻറ്റ് കറണ്ട് ഓസിലേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ അതിൻ്റെ വാല്യൂ സ്റ്റഡി ആയിട്ട് ഒരു മോണോട്ടോണിക് ആയിട്ട് ഡിക്രീസ് ചെയ്ത് ഫൈനലി ഇറ്റ് ബിക്കം സീറോ അറ്റ് എ വെരി ലോങ് ടൈം. ഒരു വെരി ലോങ് ടൈമിൽ അത് സീറോ ആവും. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാമ്പിംഗ് ആണ്. ക്രിട്ടിക്കൽ ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ r = 2 × √L/C ആണ്. ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഡാമ്പിംഗ് നടന്നിട്ട് ട്രാൻസിയൻറ്റ് കറണ്ടിൻ്റെ വാല്യൂ IT എന്നുള്ളത് സീറോയിലേക്ക് എത്തുന്നു. വളരെ ഷോർട്ട് ടൈമിൽ തന്നെ അതിൻ്റെ വാല്യൂ സീറോ ആയിട്ട് മാറുന്നു. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ വീഡിയോ. താങ്ക് യു.